ബെഞ്ചിലുള്ളവരും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ പുതിയ കാലം പുതിയ രീതിയിൽ ഇക്കാലം സൃഷ്ടിച്ച വരുമാന മാർഗങ്ങളാണ് സ്ട്രീമിംഗും ഗെയിമിംഗും എല്ലാം. നിയമപരമായ വരുമാന മാർഗം തന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് സമ്പാദിക്കാനാകും എന്നതാണ് അതിന്റെ ആകർഷണീയത. 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് കമ്പ്യൂട്ടറും ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ തുറക്കപ്പെടുന്ന വലിയ ലോകം എന്ന പ്രതീതി യാഥാർത്ഥ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തൊപ്പിയും സായി പോപ്പിയും എല്ലാം ഉണ്ടാക്കുന്ന സംഖ്യയുടെ വലിപ്പമാണ് കുട്ടികളെ പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ അവരിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം. സ്ട്രീമിംഗ് ചെയ്യുന്നതും പണം ഉണ്ടാക്കുന്നതൊന്നും വലിയ തെറ്റാണ് എന്ന് തൽക്കാലം പറയാൻ കഴിയില്ല. ഈ സംഘത്തിലേക്ക് വന്നു കൂടുന്നതിലേറെ കുട്ടികളാണ്, ടീനേജർമാർ, ജന്നാർഫുകളൊക്കെ. അവർക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കുട്ടികൾ എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ ഒരു സംഭവം കാണിച്ചത് എന്റെ അനലിറ്റിക്സ് ഞാൻ കാണിച്ചത്. ഓക്കെ, നമ്മൾ ഏജ് ഗ്രൂപ്പ്, എന്റെ യൂട്യൂബ് ഓഡിയൻസിന്റെ ഏജ് ഗ്രൂപ്പ് ഇതാണ്. 13 മുതൽ 17 വയസ്സ് വരെയുള്ള ഓഡിയൻസ് 6% ഉള്ളൂ. അതായത് കുട്ടികൾ എന്നുള്ള ഓഡിയൻസ് വളരെ കുറഞ്ഞു. പണ്ടാണ് ഈ കുട്ടികളുടെ ഓഡിയൻസ്, മനസ്സിലാവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് 18 to 24 വയസ്സുള്ളവരാണ് 47%. പിന്നെയുള്ള വലിയൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ 25 മുതൽ 34 വയസ്സുള്ള ആൾക്കാരാണ് 30% ഉള്ളത്. പിന്നെ 35 മുതൽ 44 വയസ്സ് വരെയുള്ളവരുണ്ട് 9%. പിന്നെ നമ്മളെ പാപ്പച്ചൻ പന്തളും പിന്നെ നമ്മളെ രാജേട്ടൻ തലശ്ശേരിയിലുണ്ട്. ഈ 0.8% നമ്മുടെ രാജേട്ടൻ തലശ്ശേരി ഉള്ളത് 65+ ഇയേഴ്സിൽ. അപ്പം ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 13 മുതൽ 17 വയസ്സ് വരെ ഉള്ള ഓഡിയൻസ് 6.4 അതിനേക്കാളും കൂടുതലാണ് ഈ 35 മുതൽ 44 വയസ്സ് വരെയുള്ള ഓഡിയൻസ് 9%. പിള്ളേരെക്കാളും കൂടുതൽ ഇപ്പം ഈ ഓഡിയൻസ് മാറി, മനസ്സിലാവും.